ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കടലപ്പരിപ്പും വെച്ച് ഒരു പായസം ഉണ്ടാക്കാം. അതിനു വേണ്ടി 6 മണിക്കൂർ കുതിർത്തി വെച്ച കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത്, നേന്ത്രപ്പഴം, ശർക്കരപ്പാനി, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പഴം ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി വഴറ്റിയ പഴത്തിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വേവിച്ചു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് വരെ നന്നായി ഇളക്കി കൊടുത്തതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഈ പാലിൽ കിടന്ന് നല്ലവണ്ണം കുറുകി വരണം. ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് 1-ാം പാല് ചേർത്ത് കൊടുത്ത് അതിലേക്ക് വറുത്ത് വെച്ച നട്ട്സും ഇട്ടാൽ നമ്മുടെ അടിപൊളി പായസം റെഡി.